ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. അതിശക്തമായ സുനാമി എത്തുന്നതിന് മുൻപ് കടൽ ഉള്ളിലേക്ക് വലിഞ്ഞു എന്ന സത്യം നാം കണ്ടതാണ്. മൂടിക്കെട്ടിയ ആകാശത്തിൽ നിന്നാണ് ഇടിമിന്നലുകൾ ഉണ്ടാവുക. പ്രകൃതിയുടെ ഉൾവലിയലുകളും ശാന്തതയും മൗനവുമെല്ലാം ഏതു നിമിഷവും ഭഞ്ജിക്കപ്പെടാം. അതുപോലെ ശാന്തമായ ജീവിതയാത്രയിൽ എപ്പോഴാണ് പ്രക്ഷുബ്ധതയുണ്ടാവുക എന്നത് മുൻകൂട്ടി പറയുവാൻ വയ്യ. തടുക്കാനാവാത്ത ഇത്തരം അനുഭവങ്ങളെ അതിജീവിക്കാനുള്ള കരുത്തു നേടുക എന്നത് മാത്രമാണ് കരുണീയം. ഭക്തിസാന്ദ്രമായ ഈ സായം സന്ധ്യയിൽ ഇനി നമുക്ക് ഒരു സന്ധ്യാനാമം കേൾക്കാം. वासुदेव
ദൈവാനുഗ്രഹത്തിലൂടെ എന്നും 16 എന്ന വരം നേടി കാലത്തിന്റെ ചലനപഥത്തിനു പുറത്തുപോയ മാർക്കണ്ഡേയന് കൽപ്പാന്ത പ്രളയത്തിന് സാക്ഷിയാകാൻ കഴിഞ്ഞു. മാർക്കണ്ഡേയന്റെ പ്രളയാനുഭവങ്ങൾ വിവരിക്കുകയാണ് ഇന്നത്തെ കഥയമമ്മയിലൂടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വലിയ മഴക്കാലത്തിലൂടെയൊക്കെ കടന്നു പോണ സമയത്ത് പ്രളയത്തിൻ്റെ ഓർമ്മയൊക്കെ പല ആളുകളും പങ്കുവയ്ക്കാറുണ്ട്. എന്നാൽ ഈ പ്രളയത്തെക്കുറിച്ചും മഹാപ്രളയത്തെക്കുറിച്ചും ഒക്കെ നമ്മുടെ ആധ്യാത്മിക ഗ്രന്ഥങ്ങളിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കേവലം കുറേ ജലം ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ ഉണ്ടാവുന്നൊരു പ്രളയമല്ല. അതല്ലാത്തൊരു പ്രളയം അനുഭവിച്ചൊരു മഹാത്മാവിനെ കുറിച്ച് ഒരു കഥ അദ്ദേഹം തന്നെ പറഞ്ഞു കൊടുത്തതായിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും നമ്മുടെ പുരാണങ്ങളിൽ. ആ കഥയാണ് ഇന്നേ ദിവസം നമ്മൾ പരിശോധിക്കുന്നത്. മാർക്കണ്ഡേയൻ്റെ പ്രളയ അനുഭവത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ ഈ വനവാസക്കാലത്തിൻ്റെ അവസാനം പാണ്ഡവരുടെ ചൂതുകളിയിൽ തോറ്റ് അജ്ഞാതവാസത്തിന് മുമ്പായി അവർ വനവാസത്തിലായിരുന്നു. ആ വനവാസം ഏതാണ്ട് പൂർത്തിയാവണ സമയത്താണ് പാണ്ഡവരെ സന്ദർശിക്കാനായി മാർക്കണ്ഡേയ മഹർഷി അവരുടെ ആ ആശ്രമത്തിലേക്ക് എത്തുന്നത്. മഹർഷിയെ കണ്ട ഉടനെ സകല പാണ്ഡവരും കുന്തിദേവിയും അതുപോലെ തന്നെ പാഞ്ചാലിയും ഒക്കെ തന്നെ നമസ്കരിച്ചു. അദ്ദേഹത്തിന് വേണ്ട ഉപചാരങ്ങളൊക്കെ കൊടുത്തു. അദ്ദേഹത്തിനോട് അവരുടെ പ്രയാസങ്ങളൊക്കെ അവർ പങ്കുവെക്കാൻ തുടങ്ങി. മഹർഷി, ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇന്ദ്രപ്രസ്ഥത്തിൽ എത്ര ഭംഗിയായിട്ട് സന്തോഷമായിട്ട് ജീവിച്ചിരുന്ന ആൾക്കാരാണ്. ചൂതുകളിയിൽ തോറ്റ് ഞങ്ങളിതാ ഇപ്പോൾ കാട്ടിലാണ് കിടക്കുന്നത്. ഇനി ഇവിടെ നിന്ന് ഞങ്ങൾ പോണതോ അജ്ഞാതരായിട്ട് ജീവിക്കണം എന്നാണ്. ആർക്കും മനസ്സിലാവരുത് ഞങ്ങളാണ് ഈ കാണുന്നതെന്ന്. ഞങ്ങളുടെ ഒരു വിധിയെക്കുറിച്ച് അങ്ങൊന്ന് ചിന്തിക്കൂ. ഞങ്ങൾക്ക് ഈ സമയത്ത് എന്ത് ഉപദേശമാണ് അങ്ങേക്ക് തരാനുള്ളത്? അങ്ങേപ്പോലുള്ള മഹാത്മാക്കളുടെ ഉപദേശത്തിൽ നിന്ന് മാത്രമാണ് ഈ ഒരു പ്രതിസന്ധിയൊക്കെ മറികടക്കാനുള്ള അറിവ് ഞങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അങ്ങ് ഈ സമയത്ത് വേണ്ട ഉപദേശം ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞ് ആ യുധിഷ്ഠിര മഹാരാജാവും ഒപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബവും മാർക്കണ്ഡേയ മഹർഷിയെ നമസ്കരിക്കുമ്പോൾ അദ്ദേഹം അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന അനുഭവമാണ് ഈ പ്രളയാനുഭവം. അതെന്താണ് എന്ന് വാക്കുകൾ കൊണ്ടൊന്നും നമുക്ക് യഥാർത്ഥത്തിൽ വിശദീകരിക്കാൻ സാധിക്കില്ല. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഭഗവാന്റെ മായ എന്താണ് എന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയ ഒരാളായിരുന്നു മാർക്കണ്ഡേയ മഹർഷി. അത് അദ്ദേഹത്തിൻ്റെ ഒരു ഗരിമ കൊണ്ട് യുധിഷ്ഠിരന് പറഞ്ഞു കൊടുത്തു. അദ്ദേഹം പറയുന്നത്, അകാരണമായിട്ടുള്ള പ്രളയജലം കൊണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ മൂടിയതായിട്ട് കാണപ്പെട്ടു എന്നാണ്. ഒരു ദിക്കിലും ഒന്നും കാണാനില്ല, ജലജീവികളെ കാണുന്നില്ല, ഒന്നുമില്ല, എല്ലായിടത്തും വെള്ളം മാത്രം. ആ വെള്ളത്തിൻ്റെ കുത്തൊഴുക്കിൽ മാർക്കണ്ഡേയ മഹർഷി ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അദ്ദേഹം കാണാത്തതായിട്ടൊന്നുമില്ല. പല സ്ഥലങ്ങളിൽ അദ്ദേഹം ഒന്നും തന്നെ കാണുന്നില്ല. പല സ്ഥലത്തും വലിയ വെളിച്ചം കാണുന്നു, പല സ്ഥലത്തും വലിയ ഇരുട്ട് കാണുന്നു. പല സ്ഥലത്തും അഗ്നി പർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കുന്നത് കാണുന്നു, പല സ്ഥലത്തും ശാന്തമായിട്ട് ഒഴുകുന്ന കടലിനെ കാണുന്നു. ഇങ്ങനെ പല തരത്തിലുള്ള കാഴ്ചകളാണ് ആ പ്രളയജലത്തിലൂടെ ഇങ്ങനെ മുങ്ങിത്താണ് പോകുമ്പോൾ അദ്ദേഹം കണ്ടിരുന്നതെന്നാണ്. എവിടെയാണ് തനിക്കൊരാശ്രയം ഉണ്ടാവുക? ഈ പ്രളയജലത്തിൽ താൻ പെട്ടുപോയല്ലോ എന്നുള്ള ചിന്തയിൽ അദ്ദേഹം ചുറ്റും നോക്കിയ സമയത്ത് ഒന്നും കാണാതിരുന്നൊരു പ്രദേശത്ത് ഒന്ന് മാത്രം ദൃശ്യമായി എന്നാണ്. അവിടെ ആ പ്രളയജലത്തിൻ്റെ ഒത്ത നടുക്ക് ഭാഗത്തായിട്ട് മാറി ഒരു വടവൃക്ഷം, ഒരു ആൽമരം അദ്ദേഹം കണ്ടു എന്നാണ്. ആ ആൽമരത്തിൻ്റെ ഞാണുകളായിട്ടുള്ള വള്ളികളൊക്കെ ഈ പ്രളയജലത്തിലേക്ക് വീണ് കിടക്കുന്നുണ്ട്. ആ പ്രളയജലത്തിൽ തന്നെ മനോഹരമായിട്ടുള്ള ഒരു ആലില അദ്ദേഹം കണ്ടു. ആ ആലിലയിലാവട്ടെ ഒരു കുട്ടി, ഒരു ചെറിയ കുട്ടി അതിൻ്റെ വിരലെടുത്തിട്ട് വായിൽ വെച്ചുകൊണ്ട് കുടിച്ചുകൊണ്ടിരിക്കുന്ന ഭാവത്തിലുള്ള ആ ഭഗവാനെ, ആ ബാലമുകുന്ദനെയാണ് ആ മാർക്കണ്ഡേയ മഹർഷി അവിടെ കണ്ടത്. അപ്പം അദ്ദേഹം ഇത് ഭഗവാനാണെന്ന് അറിഞ്ഞിട്ടാണോ അല്ലയോ ആ മായയിൽപ്പെട്ട് നിൽക്കുന്ന ഭാവമാണ്. ആ സമയത്ത് അദ്ദേഹം ചോദിച്ചു, എനിക്ക് അഭയം തരാൻ അങ്ങേക്ക് സാധിക്കുമോ? അങ്ങ് എന്നെ സഹായിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ തീർച്ചയായിട്ടും ഞാൻ അതിന് സഹായിക്കാമെന്ന് പറഞ്ഞ് മാർക്കണ്ഡേയ മഹർഷിയെ തൻ്റെ ഉള്ളിലേക്ക് സ്വീകരിച്ചു എന്നാണ്. ആ ഭഗവാന്റെ ഉള്ളിൽ പണ്ട് എങ്ങനെയാണോ യശോദാദേവി ആ കുഞ്ഞ് കൃഷ്ണന്റെ വായിൽ ഈ പ്രപഞ്ചം മുഴുവൻ കണ്ടത്, അതുപോലെ ഭഗവാന്റെ ആമാശയത്തിൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ മാർക്കണ്ഡേയ മഹർഷി അങ്ങനെ കണ്ടു എന്നാണ്. പ്രളയജലത്തിൽ അദ്ദേഹം കണ്ടതിൻ്റെ ബാക്കി അദ്ദേഹം കണ്ടത് ഭഗവാന്റെ ഉള്ളിൽ തന്നെയാണ്. അവിടെ ഒരു മാർക്കണ്ഡേയൻ അതാ നീന്തി നടക്കുന്നു, അതും അദ്ദേഹം കണ്ടു. ഇത്രയധികം വിചിത്രമായിട്ടുള്ളൊരു കാഴ്ചയാണ്, അങ്ങനെ ഒരു അനുഭവമാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. അത് കഴിഞ്ഞതിന് ശേഷം ഭഗവാൻ അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുവന്ന് വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് എൻ്റെ മായയിൽപ്പെട്ട ഒരാൾക്ക്
ഉണ്ടാവണ ഒരു അനുഭവം കുറേ അത് തോന്നും, കുറേ വേറെന്തെങ്കിലും തോന്നും. ശാശ്വതമായിട്ടുള്ളത് ഞാനാണ് എന്ന് എപ്പോൾ തിരിച്ചറിയുന്നു അപ്പോഴേ ആ അനുഭവത്തിൽ നിന്ന് മാറാൻ സാധിക്കൂ എന്നാണ് അദ്ദേഹം പറഞ്ഞു കൊടുത്തത്. ഈ ഒരു കഥയാണ് യുധിഷ്ഠിര മഹാരാജാവിന് മാർക്കണ്ഡേയൻ പറഞ്ഞു കൊടുത്തത്. കാരണം നിങ്ങളിപ്പോൾ ഈ കടന്നു പോകുന്ന ഈ ഒരു രീതിയും ഈ ഒരു ജീവിതശൈലിയും ഈ അനുഭവമൊക്കെ ഇതും ശാശ്വതമല്ല, ഇതും മാറും. ഇപ്പം നിങ്ങൾ വനവാസത്തിലാണ്, ഇത് കഴിഞ്ഞാൽ നിങ്ങൾ അജ്ഞാതവാസത്തിന് പോകും, അതും ശാശ്വതമല്ല, അത് കഴിഞ്ഞാൽ അടുത്തത് കാണും. ഇങ്ങനെ സഞ്ചരിച്ച് പോകുന്നതും ഭഗവാന്റെ മായയാണ് എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം. എപ്പോഴും ആ ഭഗവാനെക്കുറിച്ചുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകാതിരുന്നാൽ ഇതിനെയൊക്കെ അതിജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ ഒരു കഥയുടെ ബലത്തിലാണത്രേ, അപ്പോൾ കിട്ടിയ ആ ഒരു ധൈര്യത്തിലാണത്രേ പിന്നീട് പാണ്ഡവർക്ക് സഞ്ചരിക്കാൻ സാധിച്ചതെന്നാണ്. അതാണ് ആ പ്രളയാനുഭവത്തിൻ്റെ ഒരു വലിപ്പം. അപ്പം അദ്ദേഹം സ്വന്തം അനുഭവത്തിൽ നിന്നാണ് പറയണത്. ആ സ്വന്തം അനുഭവത്തിൽ നിന്നുള്ളത് കേട്ടപ്പോൾ ആ പാണ്ഡവർക്ക് തങ്ങൾ ഈ കടന്നു പോകുന്നതൊക്കെ ഒരു തരത്തിൽ മായയാണ്, ഭഗവാന്റെ ആ ഒരു വിധിയാണ് തങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളൊരു ഭാവം ഉണ്ടാവുകയും കൂടുതൽ ഭഗവാനെക്കുറിച്ച് ചിന്തിക്കാൻ അവർ തീരുമാനിച്ചു എന്നുമാണ്. അങ്ങനെയുള്ള ആ പ്രളയാനുഭവമൊക്കെ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ നമുക്ക് സാധിക്കില്ലെങ്കിലും നമുക്കത് നമ്മുടെ മനസ്സിൽ സങ്കല്പിക്കാൻ സാധിക്കട്ടെ. ആ മായയാകുന്ന പ്രളയത്തിൽ നിന്ന് നമ്മളെ കരകയറ്റാൻ നമുക്കും ആ ഭഗവാനോട്, ആ വടപത്രശായിയായിട്ടുള്ള ആ ഉണ്ണിയോട് പ്രാർത്ഥിക്കാം. അടുത്തൊരു കഥയുമായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. ക്ഷേത്രങ്ങളിൽ അലങ്കാരങ്ങൾ എന്തിനാണ്, ശില്പങ്ങളും ചിത്രങ്ങളും എന്തിനാണ്, വാദ്യഘോഷങ്ങൾ എന്തിനാണ് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ശാന്തത തേടിയെത്തുന്നവരുടെ മനസ്സിനെ അസുഖകരമായ ചിന്തകളിൽ നിന്ന് അല്പനേരം അകറ്റി നിർത്താനും ഒരു പ്രാർത്ഥനയ്ക്കു പാകമാക്കാനും ഇത്തരം ക്രമീകരണങ്ങൾ സഹായിക്കും. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. ഓം ശങ്കരനാരായണായ വിദ്മഹേ നാരായണായ ധീമഹി തന്ന പുരുഷ പ്രചോദയാത്. ശൈവ വൈഷ്ണവ സമന്വയത്തിന്റെ പ്രതീകമാണ് ശങ്കരനാരായണ സങ്കല്പം. ശിവനും മഹാവിഷ്ണുവും തമ്മിലുള്ള ഐക്യത്തെ സൂചിപ്പിക്കുന്ന രണ്ട് ആരാധ്യമൂർത്തികളാണ് ശങ്കരനാരായണനും ശാസ്താവും. ഓം ശങ്കരനാരായണായ വിദ്മഹേ. ലിംഗരൂപമായും രൂപവിഗ്രഹമായും ശങ്കരനാരായണ മൂർത്തിയെ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്നുണ്ട്. വലതുഭാഗത്ത് നന്ദിയുമൊത്ത് ശിവനും ഇടതുവശത്ത് ഗരുഡന്റെ മുകളിൽ വിഷ്ണുവുമാണ് ശങ്കരനാരായണ സങ്കല്പം. ഉത്രം നക്ഷത്രമാണ് ശങ്കരനാരായണന് പ്രധാനം. ഹരിയുടെയും ഹരന്റെയും പുത്രനായ ധർമ്മശാസ്താവും അവതരിച്ചത് ഉത്രം നക്ഷത്രത്തിലാണ്. കേരളത്തിൽ ശങ്കരനാരായണ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ അപൂർവമാണ്. ഉള്ളതിൽ ഏറെ പഴക്കമുള്ള ശങ്കരനാരായണ ക്ഷേത്രമാണ് തിരുവനന്തപുരം നഗരത്തിൽ വട്ടിയൂർക്കാവിന് സമീപം കുലശേഖരത്തുള്ള കുലശേഖരമംഗലം ക്ഷേത്രം. ഓം ശങ്കരനാരായണായ വിദ്മഹേ നാരായണായ ധീമഹി. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് 12 കിലോമീറ്റർ കിഴക്കുമാറി കുലശേഖരം കവലയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശങ്കരന്റെയും നാരായണന്റെയും ചൈതന്യം കുടികൊള്ളുന്ന ഈ ക്ഷേത്രത്തിൽ നിത്യവും നിരവധി ഭക്തരാണ് സങ്കടങ്ങളും പ്രാർത്ഥനകളും അർപ്പിക്കാനെത്തുന്നത്. ഓം ശങ്കരനാരായണായ വിദ്മഹേ. കരമനയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ശങ്കരനാരായണ ക്ഷേത്രവും പരിസരവും പ്രശാന്ത സുന്ദരമാണ്. ക്ഷേത്രത്തിന്റെ മുൻവശത്തുകൂടിയാണ് കരമനയാറ് ഒഴുകുന്നത്. തീരത്തു നിന്നും അല്പം മാറി കുന്നിൻ മുകളിലാണ് ക്ഷേത്രം. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ നിന്നുള്ള ദൂരക്കാഴ്ച വശ്യമാണ്. മഞ്ഞുമൂടിയ പശ്ചിമഘട്ട മലനിരകളുടെ വിദൂര ദൃശ്യം ഇവിടെ നിന്നാൽ കാണാം. ഇലച്ചാർത്തുകൾക്കിടയിലൂടെ ഒഴുകുന്ന നദിയുടെ ദൃശ്യവും ക്ഷേത്രത്തിനുള്ളിലെ പ്രാർത്ഥനമായ ശേഷിപ്പുകളും ഭക്തർക്ക് പകരുന്നത് അഭൗമമായ ആത്മീയ ശാന്തിയാണ്. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം തന്നെ തന്ത്രശാസ്ത്ര വിധിപ്രകാരം മഹാത്മ്യമുള്ളതാണ്. വളഞ്ഞൊഴുകുന്ന നദിയുടെ തീരത്ത് കുന്നിൻ ചരിവിലായി ഈശ്വര ചൈതന്യം അറിഞ്ഞാണ് ശിവനും വിഷ്ണുവും ഒന്നു തന്നെയെന്ന സങ്കല്പമായി പ്രതിഷ്ഠ നടത്തിയത്. ക്ഷേത്രത്തിന് മുന്നിലെത്തുമ്പോൾ കരമനയാറിന്റെ ഗതി തിരിച്ചുവിട്ടതുപോലെയാണ് വെള്ളത്തിന്റെ ഒഴുക്ക്.
അനന്തപുരിയിലെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒറ്റക്കൽ മണ്ഡപം പണിയുന്നതിനാവശ്യമായ പാറ കൊണ്ടുപോകുന്നതിന് കരമനയാറിന്റെ ഗതി തിരിച്ചുവിട്ടു എന്നാണ് പറയുന്നത്. മാത്രവുമല്ല, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ കുലശേഖര മണ്ഡപത്തിന് ആവശ്യമായ പാറക്കല്ലുകൾ വെട്ടിയെടുത്തതും ഇവിടെ നിന്നാണെന്ന് പഴമക്കാർ പറയുന്നു. കുലശേഖരമംഗലം ക്ഷേത്രത്തിന്റെ പേരിലാണ് ഈ നാടും ഇന്നറിയപ്പെടുന്നത്. 12-ാം നൂറ്റാണ്ടിൽ കേരളം ഭരിച്ചിരുന്ന കുലശേഖര ചക്രവർത്തി ശങ്കരനാരായണന്മാരുടെ ഐക്യരൂപം ദർശിക്കാനായി ഈ ക്ഷേത്രം സന്ദർശിച്ചിരുന്നതായി ചരിത്രരേഖകളിലുണ്ട്. രാജാവിന്റെ സന്ദർശനത്തിനു ശേഷം അദ്ദേഹത്തോടുള്ള ആദരസൂചകമായാണ് ക്ഷേത്രത്തിനും ഗ്രാമത്തിനും കുലശേഖരമംഗലം എന്ന് പേരുണ്ടായതെന്നും പറയപ്പെടുന്നു. ക്ഷേത്രത്തെയും സ്ഥലനാമത്തെയും കുറിച്ച് മറ്റൊരു ചരിത്രം പറയുന്നുണ്ട്. തിരുവിതാംകൂർ ഭരിച്ചിരുന്ന കാർത്തിക തിരുനാൾ രാമവർമ്മ കുലശേഖര എന്ന സ്ഥാനപ്പേരും വഹിച്ചിരുന്നു. ഇദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നവീകരണത്തിനായി ഈ പരിസരത്ത് നിന്ന് പാറക്കല്ലുകൾ കൊണ്ടുപോയതെന്നും രാജകൽപ്പനയനുസരിച്ചാണ് പ്രദേശത്തിന് കുലശേഖരമംഗലം എന്ന് പേരിട്ടതെന്നും രേഖകൾ പറയുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് ലഫ്റ്റനന്റ് BS വാർഡും അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് PS കോർണറും 1816 മുതൽ 1820 വരെ കൊച്ചി, തിരുവിതാംകൂർ മേഖലകളിൽ നടത്തിയ സർവേ റിപ്പോർട്ടിലും കുലശേഖരമംഗലത്തെയും ക്ഷേത്രത്തെയും കുറിച്ച് പറയുന്നുണ്ട്. ഐതിഹ്യപ്രകാരം മൂലവിഗ്രഹം പ്രതിഷ്ഠിച്ചത് ശ്രീരാമഭക്തനായ ആഞ്ജനേയനാണെന്ന് സങ്കല്പിച്ചു പോരുന്നു. ശ്രീരാമന് രാമേശ്വരത്ത് മഹാദേവർ പ്രതിഷ്ഠ നടത്തിയ ശേഷമാണ് ശൈവ വൈഷ്ണവ യോഗമൂർത്തിയായ ശ്രീ ഹനുമാൻ ഇവിടെ വന്ന് ശങ്കരനാരായണ സങ്കല്പത്തെ പ്രതിഷ്ഠിച്ചതെന്നും ഭക്തർ വിശ്വസിക്കുന്നു. ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ ബലിക്കൽപുരയോട് ചേർന്ന് മാരുതിയുടെ ശിലാപ്രതിമയുണ്ട്. താന്ത്രിക വിധിപ്രകാരമല്ലെങ്കിലും ആഞ്ജനേയന്റെ സാന്നിധ്യം സദാ ഇവിടെയുണ്ടെന്ന് ഭക്തർ വിശ്വസിച്ചു പോരുന്നു. അതുകൊണ്ട് തന്നെ ഹനുമാന്റെ വിഗ്രഹത്തിന് മുന്നിൽ ഭക്തർ സ്വയം അർച്ചനകളും ചെയ്തു വരുന്നു. കുലശേഖരമംഗലം ക്ഷേത്രത്തിന് തിരുവിതാംകൂർ രാജകുടുംബവുമായി അഭേദ്യമായ ബന്ധമുണ്ട്. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് എട്ടുവീട്ടിൽ പിള്ളമാരുമായി നിരന്തരം പോരാടിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് നിരവധി പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു. എട്ടുവീട്ടിൽ പിള്ളമാരുടെയും അവരുടെ സഹായികളുടെയും ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേഷപ്രച്ഛന്നനായി ഒളിവിൽ കഴിയേണ്ടി വന്ന മാർത്താണ്ഡവർമ്മ കുലശേഖരമംഗലം ശങ്കരനാരായണ ക്ഷേത്രത്തിൽ ഭജനമിരുന്നുവെന്നും ചരിത്രരേഖകൾ പറയുന്നു. ജീവനു വേണ്ടി അഭയം തേടിയ മാർത്താണ്ഡവർമ്മയെ കാത്തുരക്ഷിച്ചുവെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് സാമ്പത്തിക നേട്ടവും നൽകി ശങ്കരനാരായണമൂർത്തി അനുഗ്രഹിച്ചുവെന്നും വിശ്വാസമുണ്ട്. രാജാവിന് സ്വപ്നദർശനത്തിൽ ശങ്കരനാരായണമൂർത്തി നിധികുംഭം ഇരിക്കുന്ന സ്ഥലം കാട്ടിക്കൊടുത്തുവെന്നും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളിൽ പറയുന്നു. ശങ്കരനാരായണന്റെ ഭക്തവാത്സല്യത്തിന്റെ സ്മരണയ്ക്കായി തിരുവിതാംകൂർ രാജകുടുംബം അടുത്ത കാലം വരെയും ക്ഷേത്രത്തിൽ മഹാനിവേദ്യം നടത്തിപ്പോന്നിരുന്നു. ഷഡാധാര പ്രതിഷ്ഠയാണ് കുലശേഖരമംഗലം ശങ്കരനാരായണ ക്ഷേത്രത്തിൽ. 850 വർഷത്തിലേറെ കാലത്തെ പഴക്കം ക്ഷേത്രത്തിനുണ്ടെന്ന് വിശ്വസിച്ചു പോരുന്നു. പൂബക്കര മഠത്തിന്റെ കാരായ്മയിലായിരുന്നു ക്ഷേത്രമെന്നും അന്ന് ദേവസ്വം വകയായി 100 കണക്കിന് ഏക്കർ ഭൂമി ക്ഷേത്രത്തിനുണ്ടായിരുന്നുവെന്നും പറയുന്നു. കാലം മാറിയപ്പോൾ ക്ഷേത്രഭൂമി പലരുടെയും കൈവശമായി എന്ന സങ്കടം ഭക്തർക്കുണ്ട്. കിഴക്കോട്ട് ദർശനമായി വൃത്താകൃതിയിലാണ് ശങ്കരനാരായണ ക്ഷേത്രത്തിലെ ശ്രീകോവിൽ. പൗരാണിക ശില്പ സൗന്ദര്യമാണ് ക്ഷേത്ര ചുമരുകൾക്കും നാലമ്പലത്തിനുള്ളിലും. ശിവലിംഗമാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. എന്നാൽ ശങ്കരനും നാരായണനും ചേർന്ന ആരാധനാ സങ്കല്പമാണിവിടെ. ശങ്കരനാരായണന്റെ അങ്കിച്ചാർത്തിലും ഇതേ രീതിയിൽ പൂജാതി കർമ്മങ്ങൾ ചെയ്തു വരുന്നു. ശ്രീകോവിലിന് മുന്നിലെ നമസ്കാര മണ്ഡപത്തിൽ
ശിവന്റെ വാഹനമായ നന്ദിയെയും വിഷ്ണുവിന്റെ വാഹനമായ ഗരുഡനെയും കാണാം. ശ്രീകോവിലിന് മുന്നിലെ കൊടിമരത്തിന് മുകളിലുമുണ്ട് ശങ്കരനാരായണ സമന്വയത്തിന്റെ പ്രതീകമായി നന്ദിയും ഗരുഡനും. നാലമ്പലത്തിന്റെ കിഴക്കുഭാഗത്താണ് ഗണപതി പ്രതിഷ്ഠ. നാലമ്പലത്തിനു വെളിയിൽ ചുറ്റമ്പലത്തിനകത്തായുള്ള ക്ഷേത്രത്തിൽ ശാസ്താവും കുടികൊള്ളുന്നു. ക്ഷേത്രത്തിനു മുന്നിൽ പ്രത്യേക സ്ഥാനം കണ്ടെത്തി അവിടെയാണ് നാഗപ്രതിഷ്ഠയും പൂജയും നടക്കുന്നത്. പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി നാലമ്പലത്തിന്റെ 3 വശവും സിമന്റ് വാർപ്പാണെങ്കിലും വലിയമ്പലം ഓടുമേഞ്ഞ് പൗരാണിക പ്രൗഢിയോടെ ഇപ്പോഴും നിൽക്കുന്നു. ആനക്കൊട്ടിൽ, ധ്വജസ്തംഭം, വലിയ ബലിക്കല്ല്, കൊട്ടിയമ്പലം, അങ്ങനെ മഹാക്ഷേത്രത്തിനു വേണ്ടുന്ന പ്രതീകങ്ങളെല്ലാം കുലശേഖരമംഗലം ശങ്കരനാരായണ ക്ഷേത്രത്തിലുണ്ട്. ശിവനിൽ വിഷ്ണുവും വിഷ്ണുവിൽ ശിവനുമുണ്ട്. സന്താന സൗഭാഗ്യ വരദായകനായും ദേശാധിപതിയായും വിരാജിക്കുന്ന കുലശേഖരമംഗലം ശങ്കരനാരായണ സ്വാമി തന്റെ ദർശനത്തിനെത്തുന്ന ഭക്തരെ സന്മാർഗത്തിലൂടെ, സൽക്കർമ്മത്തിലൂടെ മോക്ഷത്തിലേക്ക് നയിക്കുന്നു. ആ പുണ്യത്തിന്റെ പ്രസാദം സ്വീകരിച്ച സംതൃപ്തിയാണ് ഇവിടെ തൊഴുതുമടങ്ങുന്ന ഭക്തർക്കും. आत्मात्वं गिरिजामति सहचराः प्राणः शरीरं गृहं पूजाते विषयो महादेव शंभो, श्री महादेव शंभो, श्री महादेव शंभो. വിവിധ വർണ്ണരശ്മികൾ കൂടിച്ചേർന്ന് വെളുത്ത പ്രകാശം രൂപപ്പെടുന്നത് പോലെ പ്രപഞ്ചത്തിലെ വൈവിധ്യമാർന്ന ഘടകങ്ങൾ കൂടിച്ചേർന്ന് രൂപപ്പെടുന്ന ഒരു വെണ്മ തന്നെയാണ് ഈശ്വരൻ. ആ വെണ്മയെ നമുക്ക് മനസ്സിൽ പ്രതിഷ്ഠിക്കാം. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.